അതെ പേടിക്കണ്ട നോമ്പ് തന്നെ എന്താ അത്ര പേടി നോമ്പ് ആക്ഷൻ പറഞ്ഞില്ല അല്ലേ അങ്ങനെ മെല്ലെ വന്നിട്ട് അമ്മ ഒരു വിധമൊക്കെ റെഡി ആയി നിൽക്കുമ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് ക്ലാപ്സ് എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. അമ്മ എന്ന് വന്ന് നിൽക്കും. ഒരു എപ്പോഴും ഒരേ സീരിയലിൽ ഒരേപോലെ കാണിക്കാൻ പാടില്ലല്ലോ, വന്നിട്ട് ചെറിയൊരു വ്യത്യാസം കാണിച്ചാണ്. അപ്പം അമ്മ ഇങ്ങനെ ചെയ്തെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ അവിടെ. അപ്പൊ ഗുഡ് മോർണിംഗ് പറയാൻ മറന്നു. അയ്യോ അയ്യോ എല്ലാം മറന്നു. കണ്ടില്ലേ ആ ഗുഡ് മോർണിംഗ്. അല്ല അല്ല ഇപ്പൊ ആ ഊർജ്ജല്ലേ ഇങ്ങനെ ഞാൻ റെഡി ആയിട്ട് നിന്നിട്ട് അമ്മ അതാ വീഡിയോ പിടിക്കാൻ പോവാണ് പറയുമ്പോ ഗുഡ് മോർണിംഗ് പറയുമ്പോ എന്തായിരുന്നു എനർജി. ഇത് പെട്ടെന്ന് വന്ന് പറഞ്ഞപ്പോ നമുക്ക് ഒന്നും മനസ്സിലായില്ല. അമ്മ അവിടെ എന്തോ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആണോ? അത് കുഴപ്പമില്ല അമ്മ. ഗുഡ് മോർണിംഗ് എനർജി കുറഞ്ഞാൽ സ്നേഹമുണ്ട്, അത് മതി. സ്നേഹമാണ് വേണ്ടത്, മനസ്സിലായില്ലേ? ആ ശബ്ദത്തിന്റെ ഇത് ഇത്തിരി കുറഞ്ഞു പോയി, അതൊന്നും കുഴപ്പമില്ല. പെട്ടെന്ന് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു അമ്മ വരെ തലയൊക്കെ മാന്തി കൂടെ നിൽക്കുകയായിരിക്കും, അതോട് കൂടിയിട്ട് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. എപ്പോഴാണ് ഞാൻ തല മാന്തിരിക്കണത്? വേണ്ടാത്ത പറയരുത് മോനെ. അല്ല പിന്നെ പറയും പോലെ അതൊന്ന് പറഞ്ഞു തരാണ്ട് അമ്മ. എല്ലാവരും ഈ തലയിൽ ഷാമ്പു തേക്കും, പലവിധ എണ്ണകൾ തേക്കും, പലവിധ മരുന്നുകൾ. എന്താ അമ്മ ഈ ചപ്പും ചവറൊക്കെ രാവിലെ എണീച്ചിട്ട് തലയിൽ വരച്ചുകൊണ്ടിരിക്കുന്ന അമ്മ? എന്ത് പരത്തിയാണെങ്കിലും എൻ്റെ അമ്മ അതിങ്ങനെ പരത്തിയിട്ട് ഇരിക്കുന്നത് കണ്ട പേടിയാവും. എന്തിനമ്മ എത്ര ചപ്പൊക്കെ വാരി തല തേച്ചിട്ട് അരക്കണത്? അത് എന്തിലിട്ട് മിക്സിയിലിട്ട്? അല്ല ഇത് മിക്സിയിലിട്ട് അരച്ചിട്ടാണോ തലയിൽ തേച്ചത്? എന്തായാലും ഈ മഴ ഇങ്ങനെ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ മഴ ഇങ്ങനെ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇനി മൂക്ക് കൂടെ ഒരു പുഴ ഒഴുകുമല്ലോ, അപ്പം എന്ത് ചെയ്യും? അത് ഈ വേനൽക്കാലത്താണോ എൻ്റെ അമ്മ ഇതൊക്കെ തേച്ച് പിടിപ്പിക്കുക? നോക്കൂട്ടോ എത്ര ബുദ്ധിയുണ്ട് നോക്കൂ നിങ്ങള്. ഈ വേനൽക്കാലത്ത് മഴക്കാലത്ത് ഈ മഴക്കാലത്ത് ഇത്രയും തലയിൽ എവിടെ നിന്നൊക്കെ കിട്ടിയ ചപ്പൊക്കെ എടുത്ത് ഒരുമിച്ച് വെച്ച് അതൊക്കെ മിക്സിയിലാണോ ഗ്രൈൻഡറിലാണോ അരച്ചെന്ന് അറിയില്ല. അത് ഈ തലയിൽ മുഖത്തൊക്കെ തേച്ചിട്ട് നിൽക്കണം നിങ്ങൾ. അല്ല മുഖത്തൊക്കെ ആയിണ്ടായിരുന്നല്ലോ. ഇതൊക്കെ മൊത്തത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും പോണവർ പെട്ടെന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ നാരായണത്തെ ഭ്രാന്തന്റെ പെങ്ങളാണോ ചോദിക്കും. ആ ഒരു മോഡൽ നിപ്പായിരുന്നു നമ്മുടെ നിപ്പ്. അമ്മ നാരായണത്തെ ഭ്രാന്തൻ ഭഗവാൻ അത്രമ്മ. അതിന്റെ അനിയത്തായ അമ്മ ഭഗവതിയായി മാറിയില്ലേ? എന്നാ പിന്നെ നീ നാരായണത്തെ ഭ്രാന്തന്റെ അമ്മായിയുടെ മോനാവടാ. ഇങ്ങനെയൊക്കെ തന്നെ അമ്മ ലാസ്റ്റ് പറയാ. അതെനിക്കറിയാം. അമ്മ എന്താണ് പരിപാടി? അത് ഞാനങ്ങനെ പതുപോലെ ചോദിക്കുക എന്താണ് പരിപാടി. എനിക്കിവിടെ കണ്ണുണ്ടല്ലോ കാണാൻ. അപ്പൊ അവര് ചോദിക്കും എന്താ മോനെ ആ മുമ്പർത്ത് വെച്ചിട്ടില്ല ആ 2 പ്ലേറ്റിൽ കണ്ടറിയില്ല എന്താണ്? ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷെ ചാറിനിട്ട കഷ്ണമൊന്നും കൂട്ടില്ല, അത് വറുത്ത തന്നെ വേണം. പക്ഷെ അച്ഛന് ചാറ് വേണം, ഭയങ്കര ഇഷ്ടമാണ്. ചാറ് വേണമെന്ന് നിർബന്ധമാണ്. എന്നാൽ ചാറിനിട്ട കഷ്ണത്തെ വേണം. അമ്മ ഞാനൊരു കാര്യം പറയട്ടെ, എത്ര വമ്പം മീനുകൾ വന്നോട്ടെ, എങ്ങനത്തെ വെട്ടുമീൻ ഒക്കെ മേടിച്ചോളൂ നിങ്ങൾ. അതൊക്കെ വന്ന് നമ്മൾ മേടിച്ച് കഴിച്ചൊക്കെ കഴിയുമ്പോൾ മനുഷ്യൻ്റെ ഒരു മട്ടിപ്പ് തോന്നി ഈ ചിക്കനും മട്ടനൊക്കെ തിന്നുമ്പോൾ. അങ്ങനെ മട്ടിപ്പ് തോന്നുന്നൊരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തിന്നാൻ തോന്നുന്ന ഒരു സാധനം എന്താണെന്ന് അറിയാം? നമുക്ക് മത്തിയാണ്. ഇത് ഞാൻ എന്താ പറയാൻ വിട്ടുപോയി നിന്റെ വർത്താനത്തിൻ്റെ. ഇത് നാളികേരം, ഉണക്കമുളകും, മഞ്ഞളും, ചെറിയുള്ളി, കുറച്ച് പുളി പിഴിഞ്ഞതല്ല, ഒരു ഇത്ര പുളി അതിന്റെ കൂടെ ഇട്ട് അരച്ചതാണ്. ചെറിയ ഉള്ളി, മുളക്, മല്ലിയില്ല, കുറച്ച് നാളികേരം, അതിന്റെ അരപ്പ് വെള്ളം എല്ലാം കൂടി ഇതിലൊഴിക്കാം. പറഞ്ഞ മനസ്സിലായില്ലേ? ഓ എനിക്ക് പറഞ്ഞ മനസ്സിലായി. എന്തൊക്കെയോ ഇട്ടിട്ട് അരച്ചതാണ്. നാളികേരം, ഒരു 3-4 ചെറിയുള്ളി, അതന്നെ പറഞ്ഞു, മഞ്ഞള്, പിന്നെ കുറച്ച് പുളി എല്ലാവരും പിഴിഞ്ഞല്ലേ നമ്മൾ സാധാരണ വെക്കുക. അപ്പൊ ഇത് ഇത്തിരി പുളി അതിലെന്നെ അരച്ചു, വെറുതെ പിഴിഞ്ഞു കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിഴിയേണ്ട സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാം. കുറച്ച് പുളിയല്ലേ, അപ്പൊ നമുക്ക് ഒരുപാട് പുളി വേണ്ടേന്ന്. അല്ല പിഴിഞ്ഞൊഴിക്കുന്നവർക്ക് അങ്ങനെ ഒഴിക്കാം. പിന്നെ എല്ലാവരും ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന്. അത് ഞാനിപ്പോൾ അവർ ഡയറക്റ്റായിട്ട് പറയണേക്കാളും കൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ആ കിടക്കുന്ന കുറച്ച് ചപ്പും ചവറൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ഇത് അമ്മ അങ്ങനെ പാചകം ചെയ്യുമ്പോൾ ഓരോ ഇല എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടുണ്ടാവും അല്ലേ അമ്മ?
അത് തോരൻ വെക്കാനായിരിക്കും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം. ആണോ? തോരൻ വെക്കാൻ വെച്ചാണോ അത്? അത് പറഞ്ഞാൽ പോലെ അമ്മ അതങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇത് ഇടയ്ക്ക് ആവശ്യത്തിന് അമ്മ ഇടയ്ക്ക് അമ്മ അങ്ങനെ ഓരോ ഇലകൾ എന്തെങ്കിലും ചമക്കാറില്ലേ അമ്മ? ഇല്ല. അമ്മ എന്തോ വയലിട്ട് ചമക്കാറില്ലേ പാചകമൊക്കെ ചെയ്യുമ്പോ? എന്നാളൊരു ദിവസം കേക്ക് ഇതേപോലെ ഈ ഇല ഇങ്ങനെ മുരിങ്ങയുടെ ഇല പൊട്ടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് അതമ്മ തിന്നു ഞാൻ കണ്ടുപിടിച്ചത് എങ്ങനെ അറിയോ? അമ്മ ചുണ്ടിന്റെ താഴെ ഇങ്ങനെ കളയാൻ മറന്നിട്ട് ഒരു ഇല ഇങ്ങനെ കിടക്കണ്ടായിരുന്നു. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, അമ്മ തിന്നുവോ? പിന്നെ അത് ഒട്ടിച്ചു വെച്ച എന്തിനാ? ദൃഷ്ടിക്ക എന്തമ്മ അമ്മ ഇതിപ്പോ കലക്കി നമുക്ക് ആവശ്യത്തിന് ചാറ് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു. നാളികേരം, ഉണക്കമുളകും, ചെറിയുള്ളി, കുറച്ച് പുളി, മഞ്ഞളും ഇത്രയും കൂട്ടി അരച്ചതാണ്. വിട്ടു ഒരു കഷ്ണം ഇഞ്ചി അത് ഇട്ടിട്ടുണ്ട്. അത് മറന്നു. വേറെ വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല. അപ്പതാ ഈ എന്താ പറയാ തക്കാളി അതും ഇതിലിട്ടു. പിന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പില. അതെന്താ പച്ചമുളക് മുറിക്കാൻ്റെ അല്ല, നടുവൊന്ന് കീറിയിട്ടുണ്ട്. ചെറിയതല്ലേ, നോക്കമ്മ. പുഴയില് മീൻ പൊങ്ങി കിടക്കും പോലെ കിടക്കണ പച്ചമുളക്. പിന്നെ ഉപ്പ് അത് പിന്നെ വേണ്ടേ? അല്ല, പുഴയിലെവിടെ മീൻ പൊങ്ങി കിടക്കുക? നീ എന്തുണ്ടാക്കും? അപ്പൊ ഉപ്പിട്ടു. ഇനി നമുക്കത് അടച്ചു വെക്കണം. എന്ത് ചെയ്ത് വെക്കണം? അടച്ചു വെക്കണം. അടച്ചു വെച്ചോളൂ. അടച്ചു വെച്ചു. അല്ല അമ്മ, ഇപ്പൊ ഈ മുരിങ്ങയുടെ ഇലയൊക്കെ ഇത്ര സത്തുള്ള സാധനം എന്നല്ലേ അമ്മ പറയണത്? ഇത്രയും സത്തുള്ള ഒരു സാധനം കഴുകി വെച്ചത് വൃത്തിയാക്കി വെച്ചത് ഒരു 2 ഇല അമ്മ കഴിച്ചു എന്ന് പറഞ്ഞാൽ അതിലിപ്പോ എന്താ അത്ര വലിയ തെറ്റുള്ളത് അമ്മ? അല്ല, 1 2 കഴിച്ചു നോക്കാമല്ലോ അതിന്റെ രുചി എങ്ങനെയുണ്ട്. എപ്പോഴെങ്കിലും അമ്മ ഒരു 2 എടുത്ത് കഴിച്ചു നോക്കിണ്ടാവില്ല എന്തായിരിക്കും ഈ മുരിങ്ങയുടെ പച്ചക്കുള്ള ടേസ്റ്റ് എന്ന്? അമ്മ ഞാനൊന്ന് ഒരു കാര്യം ചോദിക്കുകയാണ്. എന്തെങ്കിലും ഒരാള് ചെറിയൊരു തെറ്റ് ചെയ്താൽ എന്തുകൊണ്ടാണ് ആ തെറ്റ്, ആ ചെയ്ത തെറ്റിനെ ഒരു 10 പ്രാവശ്യം പറഞ്ഞ് തിരുത്തേണ്ട ആവശ്യം എന്താ? അത് ക്ഷമിച്ചൂടെ? ക്ഷമിക്കാനുള്ള മഹാമനസ്ഥിതി അല്ലേ വേണ്ടത്? ആരപ്പ പറയണ എന്നെ? എന്തെങ്കിലും ചെറിയൊരു കാര്യം എന്നെ ക്ഷമിച്ചൂടെന്ന്, അമ്മക്ക് ക്ഷമിച്ചൂടെന്ന്? ഇപ്പോ ചെറിയ ആ ക്ഷമയല്ലമ്മ. ഒരു തെറ്റിനെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ അമ്മ? അതിന് 10 പ്രാവശ്യം അല്ലമ്മ, ഒരു പ്രാവശ്യത്തെ എനിക്ക് മനസ്സിലായിക്കോളും. ഈ സ്നേഹക്കൂടലിന്റെ ഒരു സൂചനയാണമ്മ 10 പ്രാവശ്യം കുത്തി പറയണത്. അപ്പൊ ഈ കുത്തുവാക്ക് സ്നേഹത്തിന്റെ സൂചനയാണമ്മ. ഇനി ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞു തരട്ടെ. അതെ അമ്മ, ഇതിന് ഞാൻ ചെറിയൊരു കാര്യം അമ്മ ചോദിക്കട്ടെ. നമ്മുടെ വഴിയോരത്ത് നമ്മുടെ ഗ്രാമത്ത് ഉള്ളൊരു ചായക്കട. ഈ ചായക്കടയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിപ്പോൾ അവിടെ ഇരിക്കാന്ന് വിചാരിച്ചോളൂ. ഒന്നുമില്ലെങ്കിൽ അവിടെ പരദൂഷണം പറയുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഡബിൾ മീനിങ് കോമഡി പറയുണ്ടാവും. അതേ ചായക്കടയിൽ ഒരാൾ പോയിട്ട് നിരന്തരമായിട്ട് ഈ ഒരുപാട് ഗുണം ചെയ്യണ നല്ല സന്ദേശങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഏതിനാണ് ആൾക്കാർ കൂടുതലുണ്ടാവുക? പരദൂഷണം കേൾക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്താ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കോമഡികൾ കേൾക്കാനാണോ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടാവുക? അതോ ഈ സത്യസന്ദേശം പറഞ്ഞിട്ട് ഇതും കൊണ്ട് കുറേ സൊസൈറ്റിക്ക് ഗുണം കിട്ടുമെന്ന് പറഞ്ഞൊരു നല്ലൊരാൾ അവിടെ പോയി ഇരുന്ന് പറയുമ്പോഴാണ് ഏത് സമയത്താണ് ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുക? ഒന്ന് പരദൂഷണം, പിന്നെ ചിരിക്കാനുള്ള കോമഡി എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ ചിരിക്കാനുള്ള. അതിൻ്റെ പകരം അവിടെ ഒരാളൊരു ബൈബിൾ പിടിച്ചിട്ട് ഒരു ദിവസം വന്നു, അവിടെ എത്ര പേരുണ്ടാവും? അയാളെ കണ്ടാ ഓടും, ഭഗവത്ഗീത പറഞ്ഞുകൊണ്ട് വന്നു, കണ്ടാ ഓടും. ഇങ്ങനെയൊക്കെയല്ലേ സമൂഹം സാധാരണ. എല്ലാവർക്കും വേണ്ടത് എന്താണ്? എന്തെങ്കിലും പറഞ്ഞ് അതിന് ഇത്തിരി ചിരിക്കാൻ, അത് ചിരിക്കാനൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്നാലും അത് കേൾക്കുമ്പോൾ ചിലർ ചിരിക്കും. പക്ഷെ ഒരു സത്യസന്ദേശം ഒരാൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇതുകൊണ്ട് അവർ പഠിക്കട്ടെ, അവർ പഠിച്ചതിന് ശേഷം അവരുടെ കുടുംബങ്ങൾ പഠിക്കട്ടെ, അടുത്ത തലമുറ പഠിക്കട്ടെ വന്നിട്ട് ഏതെങ്കിലും ഒരുത്തൻ അവിടെ വന്നിരുന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ പണ്ടാറടങ്ങിയ മനുഷ്യനെ കൊണ്ട് തോറ്റു വന്നിട്ട് അവിടെ നിന്ന് പോകുന്നല്ലാണ്ട് അയാളുടെ ഒപ്പരിക്കാൻ സത്യം പറഞ്ഞ 10 പേരും കൂടി ഉണ്ടാവില്ല. എന്നാൽ ഈ വൃത്തികെട്ട കോമഡി പറയാൻ ഒരാളുടെ അടുത്തിരിക്കാൻ 100 കണക്കിന് ആൾക്കാരുണ്ടാവും. ഇത്
പരദൂഷണം അങ്ങനെ തന്നെ. എന്നിട്ട് നമ്മളെല്ലാവരും പറയുമ്പോൾ ഒരു കാര്യം പറയും, എന്താ അറിയോ? അയ്യോ, നല്ലത് മാത്രം പറയണം, നല്ലത് മാത്രം പരദോഷണം പറയരുത്, പരദോഷണം കേൾക്കരുത്. ഇന്ന് ഏറ്റവും ജനം കൂടുന്നത് എവിടെയാണ്? പരദോഷണം പറയാനും പരദോഷണം കേൾക്കാനും ഒറ്റ കമൻറ്റുകൾ പറയുന്ന ആൾക്കാരുടെ ഒപ്പം ചുറ്റിക്കൂടാനും അവിടെ കൈകൊട്ടിച്ചിരിക്കാൻ തന്നെ ആൾക്കാർക്കുള്ളൂ. ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടത് ആ നിമിഷം അങ്ങോട്ട് പോയി കിട്ടുക എന്നുള്ളതാണ്. അല്ലാണ്ട് ആ നിമിഷം കൊണ്ട് പ്രയോജനപ്പെടുത്തുക എന്ന് ഒരു മനുഷ്യന് ചിന്തിക്കുന്നില്ല, ഇല്ലേ? ഇപ്പം അമ്മേനെ ഞാനൊരു മണ്ടിയാണെന്ന് വിളിച്ചാൽ അമ്മ മണ്ടിയാവോ? അല്ല, ഞാൻ വെറുതെ ചോദിക്കുകയാണ്, മണ്ടിയാവോ അമ്മ? അല്ല അമ്മ, അമ്മ ഒരു മണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ചോ, അമ്മ മണ്ടിയാവോ? ഇപ്പൊ അമ്മ എന്നെ മണ്ടൻ മണ്ടെന്ന് ഇടയ്ക്ക് വിളിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ മണ്ടനാണോ? അതെങ്ങനെ അമ്മ അല്ല ഞാൻ ആവുക? അത് ശരിയല്ല കേട്ടോ. അമ്മയുടെ അനിയൻ പറഞ്ഞ 100% ശരിയാണ്. അമ്മ ഗജകേശ്വരനെ പോലെ ഇങ്ങനെ തലയാട്ടിയും കൊണ്ടേ ഉണ്ടാവും. എന്ത് ചോദിച്ചാൽ അമ്മയുടെ ഭാഗത്ത് മാത്രമാണ് ഞാൻ. ആ പറച്ചലല്ല, ചോദിച്ചതിന് ഒന്നിനും മറുപടി പറയില്ല, ഒക്കെ തിരിച്ചു മറിച്ചാ പറയണത്. ഞാൻ പറയും, അമ്മേനെ ഞാൻ ചോദിച്ചു, ഞാനിപ്പോ മണ്ടീന്ന് വിളിച്ച അമ്മ മണ്ടിയാവോ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു ആവില്ല. അപ്പൊ എന്നെ മണ്ടാന്ന് വിളിച്ചാൽ ഞാൻ മണ്ടനാവോ ചോദിച്ചു. അമ്മ വേഗം ആവുമെന്ന് പറഞ്ഞല്ലോ. അമ്പടി, അവനവൻ പറഞ്ഞ തമാശ അല്ല അമ്മ. അമ്മ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് ചെറിയൊരു സംശയം. ഇല്ലാത്തത് എന്തോ എന്നെ അടിച്ചേൽപ്പിക്കും പോലെ ഉള്ളിലൊരു കുറ്റബോധം. എന്താണ് ഇല്ലാത്തത് എന്തോ എന്റെ തലയ്ക്ക് വെച്ച് കെട്ടിത്തരികയാണെന്നൊരു സംശയം. അന്ന് അമ്മ പറഞ്ഞത് സന്തോഷമുള്ള കാര്യമല്ലേ. ചില മുഖസ്തുതികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താണ് അമ്മ പറയാൻ വന്നത്? എന്തോ പറയാണ്ട് പറഞ്ഞല്ലോ. എനിക്ക് പറയാനുള്ളത് എന്തായിരിക്കും? ഓ അമ്മ നിക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ? അല്ല, കാര്യമായിട്ടുള്ള കാര്യമാണോ? സീരിയസ് ഞാൻ പറയാ, എനിക്ക് മനസ്സിലായി. എന്താ അറിയോ, വല്ല പാചകത്തില് വേറെ എന്തെങ്കിലും വെറൈറ്റി ആക്കണ വല്ല സീരിയസ് കാര്യമായിരിക്കും. അമ്മയുടെ പഴയ കാലത്തെ ഒരു സ്റ്റോറി ആയിരിക്കും. അമ്മയുടെ അച്ഛന്റെ വല്ല കഥയായിരിക്കും. അച്ഛന്റെ കഥയൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാനുണ്ടെങ്കിലും അതൊക്കെ വിട്. അതല്ല, ഇതിപ്പോ എല്ലാവർക്കും ഒരു എന്താ പറയാ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു കുടുംബത്തിലെ കഥയല്ല, അത് നടന്ന് കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. പോരട്ടെ. എന്താ അറിയോ, ഒരു വീട് എനിക്കറിയണ വീടാണ്. അപ്പൊ എനിക്കും അറിയണ വീടായിരിക്കും. നിനക്കും അറിയണതന്നെ, എല്ലാവർക്കും അറിയാം. നമ്മളവരുടെ വീട്ടിലേക്ക് എപ്പോഴും പോകാറുള്ളതാണ്. അവരുടെ വീട്ടിലെ ഒരു കഥയാണ്. അത് കഥ അല്ല, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതെന്താ അറിയോ, അവർക്ക് 5 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. 8 പേര്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ ഒരു 8 വർഷമൊക്കെ കഴിഞ്ഞു തോന്നുന്നു. അമ്മയുണ്ട്. അപ്പൊ ഈ അമ്മ എങ്ങനെ അറിയാം, അതില് 2 മക്കള് ഈ നാട്ടിലുണ്ട്, ബാക്കിയൊക്കെ പുറത്താണ്. പിന്നെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തവരൊന്നും, ഒരാള് ഗൾഫില്, ഒരാള് അമേരിക്കയില്, പിന്നെ ഒരാള് ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ. അപ്പൊ ആരും അടുത്തില്ല. അടുത്ത് 2 മക്കളുണ്ട്. അതായത് മൂത്ത ഒരാളും പിന്നെ 5ാമത്തെ ആളാണെന്ന് തോന്നുന്നു, അത് 4. എനിക്ക് അത് അത്രയ്ക്ക് എനിക്ക് ശരി ഓർമ്മയില്ല. അവരിവിടെ ഉണ്ട്. അപ്പൊ ഈ മൂത്ത മകൻ എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മറ്റേ മക്കൾ. അവർക്കൊക്കെ എങ്ങനെ അറിയാം, എല്ലാവർക്കും വീടിന് ഫൗണ്ടേഷനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ 2 മക്കൾ ഇവിടെ വന്ന് ഇവിടെയാണല്ലോ. അതെന്തിനായി എല്ലാ മക്കളും വീടിന് ഫൗണ്ടേഷൻ അങ്ങനെ ഇട്ട്? അവര് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ എല്ലാവരും ഇവിടെ തന്നെ ചുറ്റുവട്ടം. പെട്ടെന്ന് ഓടിയിട്ട് ഒരു വീട്ടിൽ നിന്ന് ഇന്നൊരു വീട്ടിലേക്ക് കയറാൻ പാടില്ല വന്നിട്ട്. അല്ല, ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് ഓടിക്കയറണ്ട, മതിലൊക്കെ കടന്ന് വന്നോട്ടെ വെച്ചിട്ട്. അതല്ല, അവരെല്ലാവരും പ്രായമാകുമ്പോ അവിടെ ഒരുമിച്ച് കൂടാനാണ്, അങ്ങനെയാണെന്ന് അവർ പറയുന്നത്. അവരെന്തോ വീടൊക്കെ വെച്ചിരിക്കുക. അപ്പൊ അവര് മക്കളൊക്കെ ചിലപ്പോ വേറെ സ്ഥലത്തൊക്കെ ആകുമ്പോ വയസ്സാകുമ്പോ ഇവരുണ്ടാവില്ലേ. അപ്പൊ അവരെല്ലാവരും ഏട്ടനനിയന്മാരും പെങ്ങന്മാരും ഒക്കെ ഒരു സ്ഥലത്ത് കൂടാന്നുള്ള ഒരു ഇതിലാണ് തോന്നുന്നുണ്ട്. എല്ലാവരും ചിലര് വീട് ഏതാണ്ട് പകുതി പണി കഴിച്ചിട്ടുണ്ട്, ചിലര് ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ടുള്ളൂ. 2 പേര് മാത്രം ഇവിടെ ഇല്ലേ. ഒരാള് അഗ്രികൾച്ചറൽ ഓഫീസറാണ്, പിന്നെ ഒരാള് ബാങ്ക് മാനേജറാണ്. അവർ 2 പേരും ഇവിടെയാണ്. അപ്പൊ അവര് വീടൊക്കെ, ഒരാള് തറവാട് തന്നെയാണ്, നല്ല വീടാണ്. ഒരാൾ അതിന്റെ കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് വിളിച്ചാൽ പോലും കേൾക്കും, അങ്ങനെ വീട് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല 8-9 വർഷമായി. അപ്പൊ ഈ അമ്മ വളരെ വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള ഒരു അമ്മയാണ് കേട്ടാ. നീ കണ്ടിട്ടുണ്ടല്ലോ? ഞാൻ അമ്മേനെ കണ്ടിട്ടുണ്ടല്ലോ വൃത്തിയും വെടുപ്പായിട്ട്. അമ്മേനെ എന്നെ കാര്യം പറയുമ്പോ
ആ അമ്മയ്ക്ക് നല്ല അമ്മ കണ്ടിട്ടില്ലടാ നീ? അമ്മ വൃത്തിമെടുപ്പുള്ള അമ്മയാണ്. ആ വെള്ള വസ്ത്രത്തിന് ഒരു ലവലേശം ഒരു കുത്തുപോലും ചളി ഉണ്ടാവില്ല. ദിവസം കുടിച്ച് ആ മുടിയൊക്കെ ഇങ്ങനെ രസിട്ട് രണ്ടുപേരും മുത്തുമാലയൊക്കെ കഴുത്തിലിട്ട് എന്ത് രസമാണ്. നല്ല ഐശ്വര്യ ചന്ദനക്കുറി പേര് പറയണ്ട പറയില്ല. അപ്പൊ ചന്ദനക്കുറിയൊക്കെ ഇങ്ങനെ ഇട്ട് എന്താ രസമല്ലേ കാണാൻ. അവരിങ്ങനെ പുറത്ത് ചട്ടുമുണ്ടൊക്കെ എടുത്തിട്ട് ചില ദിവസം പോകുമ്പോ നീ പോയിട്ട് ഓ എന്റെ സുന്ദരി അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അവരത്. അപ്പൊ അവര് ഇപ്പൊ ഒരു അല്ല അവര് ശരിക്കും സുന്ദരി അമ്മയാണ്. അമ്മയൊക്കെ അവന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ദൃഷ്ടിക്ക് പൊട്ട് വെച്ചവരുണ്ട്. അല്ലെങ്കിൽ അതെ അത്രയ്ക്ക് അമ്മ നിന്നാ, ഞാൻ നിന്നാലല്ല. ആയിക്കോട്ടെ അവര് സുന്ദരി തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. അത് അമ്മ നിന്നാലും അവരുടെ ഞാൻ നിന്നാലും ആരും നിന്നാലും അതല്ല നല്ല അമ്മയാണ് അവര്. അപ്പൊ അങ്ങനെ അവര് അങ്ങനെയാണ്, അത്രയും വൃത്തിയൊക്കെയാണ് നമ്മൾ കാണുന്ന കാലം തൊട്ട് അങ്ങനെയാണ്. പിന്നെ ഏതു നേരം ഓടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ അമ്പുജാന്ന് വിളിക്കും. എവിടേക്കാനും പോകുമ്പോ നീ വരണ്ട മോടെ കൂട്ടിനൊക്കെ വിളിക്കും. പക്ഷെ അതെന്തിനാ പറഞ്ഞാൽ കണ്ണു പറ്റാണ്ടിരിക്കാൻ വേണ്ടി. ഇല്ല ശരി. ഫ്ലോ പോവും. പറ. അപ്പൊ എന്താ അറിയോ ഇവര് ഇങ്ങനെ. അപ്പൊ ഇവര് ഇപ്പൊ ഒരു 4 വർഷമായിട്ട് അവര് കുളിമുറിയില് അനിയത്തിന്റെ വീട്ടില് എന്തോ ഒരു പരിപാടിക്ക് പോയതാണ്. അപ്പൊ എല്ലാവരും പോയപ്പോ അവര് പറഞ്ഞു ചേച്ചി ഒരു 4 ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നടക്കുമ്പോഴേക്കിപ്പോ നന്നായി തളച്ചു. നമുക്ക് ഈ മീൻ ഇട്ടോ. മീന് ഞാൻ ഇത്തിരി മഞ്ഞളും ഒരിത്തിരി മുളകും കൂടി ഉപ്പും വെളിച്ചെണ്ണയും പരട്ടി വെച്ചതാണ്. എല്ലാവരും വെക്കൊന്നുമില്ല, ചിലർ വെക്കും. ചിലർ മീന് കഴുകിയിട്ട് അങ്ങനെ ഇടുക. നീ അങ്ങനെ പറയണ്ട, ചിലർക്ക് ഇതുണ്ട് ഇങ്ങനെ ഉണ്ട്. അപ്പൊ അത് സുന്ദരിയമ്മയുടെ കഥ പറയാം. സുന്ദരിയമ്മയുടെ കഥ പറയാം. അപ്പൊ അവര് അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ ചേച്ചി 2 ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിർത്തിയിട്ട് അവര് ആരുടെ കല്യാണത്തിന് എന്തിനോ പോയതാണ്. അപ്പൊ ചേച്ചി 4 ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ നിർത്തി. അവർക്ക് എന്താ പറഞ്ഞ ഈ വീട്ടിൽ അവർ എല്ലാ മുക്കും മൂലയും അവർക്ക് അറിയും. അപ്പൊ ഇവർക്ക് 72 വയസ്സുണ്ടല്ലോ. അപ്പൊ ഇവരിങ്ങനെ ഓടി നടക്കും നല്ല ഉഷാറായിട്ട്. അപ്പൊ എന്താ പറഞ്ഞ അവര് ഈ വീട് ഇവർക്ക് അറിയണം, കാരണം അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ അവിടെ പോയപ്പോഴേ ഈ നിലം ഇതൊക്കെ അവർക്ക് അവിടുത്തെ ഒരു ദിവസം അവർ വീണിട്ട് കാലിന്റെ എല്ലൊടിഞ്ഞിട്ട് പിന്നെ അവർ ആസ്പത്രിയിലൊക്കെ അതിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് നടക്കാത്തൊരു ബുദ്ധിമുട്ടായി. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവർക്ക് നടക്കാത്തൊരു നടക്കാൻ ബുദ്ധിമുട്ടായി. പിന്നെ ആസ്പത്രിയിലൊക്കെ 1 മാസം 1.5 മാസമൊക്കെ കിടന്നു. അങ്ങനെ അവര് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവരുമ്പോ ഈ മക്കളെ എങ്ങനെ അറിയോ, ഈ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഒന്നും അവരുടെ ഭാര്യമാരെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. എന്ത് ചെയ്യണമെങ്കിലും മക്കള് ചെയ്യും. അങ്ങനെയാണോ അവര് ജോലിക്ക് പോണതിന് മുമ്പ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെ പിന്നെ അവരുടെ മുറിയൊക്കെ കാണണം, എന്തു രീതിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് കാണണം. അതായത് ഇങ്ങനെ നമുക്ക് ഒരു അസുഖമായിട്ട് കിടക്കുന്ന ആളുടെ ഒരു മുറിയായിട്ട് തോന്നുകയില്ല. അത്രയും അവരുടെ സുന്ദരിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് ഇവര് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവർക്ക് വീണ്ടും കുറച്ച് അസുഖമൊക്കെ കൂടി വരില്ലേ 1 വർഷം കഴിയുന്നതോറും. അപ്പൊ അവർക്ക് വയ്യാണ്ടായപ്പോ എല്ലാരും പറഞ്ഞു ആശുപത്രിയിലൊക്കെ ഇങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചേർത്തു. അപ്പൊ ഈ അമ്മ അവരുടെ ആഗ്രഹം പറഞ്ഞു മക്കളോട്, അതെ എനിക്ക് വയ്യാണ്ടായി, ഇനി ഞാനിങ്ങനെ ഈ പണ്ടത്തെ പോലെ ആവില്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയാൽ ഒരു കാരണവശാലും നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയി ഇടരുത്. ഈ ഐസിയുവിൻ്റെ ഉള്ളിലൊക്കെ ഇവർ കണ്ടിട്ടുണ്ടല്ലോ അവര്, ആ വിഷമമുണ്ട് അവരതിലേ. അപ്പൊ അവർ പറയും അവിടെ ഇടരുത്, എനിക്ക് നിങ്ങളുടെ മക്കളെയൊക്കെ കണ്ടുകൊണ്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ ഇതായിട്ട് വേണം എനിക്ക് മരിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു നില വന്നാലും നിങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇടരുത്. അപ്പൊ ഇവര് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും, അഡ്മിറ്റ് ചെയ്യില്ല, ഞങ്ങൾ കൊണ്ടുവരും. അപ്പൊ അതിന് പലരും കുറ്റം പറയും, അമ്മേനെ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊണ്ടുവരില്ല, ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തുകൂടെയാണ്. പക്ഷെ ഇവരുടെ നല്ല മനസ്സൊന്ന് ഓർത്ത് വെക്ക്. എന്താ പറയുക, ഈ ആശുപത്രിയിൽ കിടന്നിട്ട് അവരുടെ ഞാൻ തെറ്റാണെന്ന് പറയില്ല. കാരണം എന്താ പറയുക, അവർ വീട്ടിൽ എല്ലാ സുഖവും ഇതും അവർക്ക് സ്നേഹമൊക്കെ കൊടുത്ത്, അതായത് ഒരു അസുഖമായിട്ട് കിടക്കുന്ന ആൾക്ക് അസുഖം ഉണ്ടെന്ന് തോന്നാത്ത രീതിയിൽ മക്കളൊക്കെ അടുത്ത് വന്നിരിക്കുക, സംസാരിക്കുക. മറ്റു ദൂരെയുള്ള മക്കളൊക്കെ ലീവ് എടുത്ത് വരും, ഓരോരുത്തരും ഓരോരോ പ്രാവശ്യം വരും. അങ്ങനെ ഇരുന്ന് ചുറ്റും മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് അവരുടെ സ്നേഹലാളനകളേറ്റ് അവർ നല്ല സന്തോഷവതിയാണ്. അപ്പം അവർക്ക് ആ ഒരു സന്തോഷം അവർ കിടക്കുകയാണെങ്കിലും കൂടി അവരുടെ മുഖത്ത് നല്ല പ്രസരിപ്പാണ്, നല്ലൊരു ഇത്. കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ,
പക്ഷെ അവർക്ക് അത്രയും സന്തോഷമുള്ളത്. അപ്പം അവർ മക്കളും അമ്മയുടെ ആഗ്രഹം അങ്ങനെയായിട്ട് അവരെ നോക്കി അവസാനം വരെ മരിക്കുമ്പോൾ മക്കളെല്ലാവരും അടുത്തുണ്ടായിരുന്നു. അവർ സന്തോഷമുള്ള ഒരു മരണമാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ആഗ്രഹം. അതിൽ തെറ്റെന്ന് പറയാൻ പറ്റുമോ? മക്കള് അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ എല്ലാവരും കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു, അയ്യോ അവരെ ആശുപത്രി കൊണ്ടുപോയാക്കുവോ, ആശുപത്രി കൊണ്ടുപോയാക്കിയാൽ എന്താ ഐസിയുവിൻ്റെ ഉള്ളിൽ കിടക്കും അല്ലേ, ഇവര് പുറത്ത് ഉറ്റവരും ഉടയവരും ഒക്കെ പുറത്ത് നിൽക്കും. എന്താ അതിന് കാര്യം? അതിനേക്കാളും ഒരു വയ്യാന്ന് തോന്നിക്കഴിയുമ്പോൾ ഒരുപാട് അവശയായി അവർക്ക് ഇനി ജീവിതത്തിലേക്ക് പണ്ടത്തെ പോലെ തിരിച്ചു വരാൻ കഴിയില്ല എന്നൊരു സമയം വരുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മക്കളും ചെയ്യേണ്ടത് തന്നെയാണ്. അവരെ വീട്ടിലിരുത്തി അവർക്ക് കൊടുക്കാവുന്ന പരിഗണനയും സ്നേഹവും സാന്ത്വനവും ഒക്കെ കൊടുത്ത് സന്തോഷമായിട്ട് അവരെ യാത്രയാക്കി. പക്ഷെ ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ കണ്ണിന് മുമ്പത്ത് മായാതെ നിൽക്കേണ്ടവൻ്റെ മുഖം, കാരണം ഇത്രയും ഒരു പ്രസന്നതയുള്ളൊരു മുഖം. അതുപോലെ അവരെ കടക്കപ്പായൽ കിടക്കുമ്പോഴും കൂടി അവരെ കാണുമ്പോൾ എന്താ പറയുക, ആ മുഖത്തിൻ്റെ ഐശ്വര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു തേജസ്. അതുപോലെ അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു സാത്വികം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ദൈവ അനുഗ്രഹം കിട്ടിയ ഒരു അമ്മമ്മ അങ്ങനെയൊക്കെ പറയാം അല്ലേ. അതെന്താ അറിയോ, ഇപ്പൊ ആശുപത്രിയിലാണ് കിടന്നുവെച്ചാൽ അവർക്ക് അത് ഉണ്ടാവുമോ? ഒരിക്കലും ആ ആശുപത്രിയിൽ അവർ കുറച്ച് കൂടുതലാവുമ്പോൾ ഡോക്ടർമാർ ഐസിയുവിൻ്റെ ഉള്ളിൽ കയറ്റി കുറെ പൈപ്പൊക്കെ വരിഞ്ഞ് കെട്ടി അല്ലേ, പിന്നെ ഏറ്റവും വലിയ ഭക്ഷണം കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവര് മൂക്ക് കൂടെ കയറ്റി ഭക്ഷണം ആവശ്യമുണ്ടോ ആവശ്യമില്ലേ അവരെന്തൊക്കെയോ അങ്ങനെ കിടന്നു. ഒരാളിങ്ങനെ പോയിട്ട് അമ്മയൊന്ന് കാണണം പറയുമ്പോൾ ഒന്ന് എത്തി നോക്കിയിട്ട് വരിക. അതിനൊക്കെ എന്താ ഇതില് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ ചിന്തിക്കണം. എന്താ പറഞ്ഞാ, ചിലരൊക്കെ വെന്റിലേഷനിൽ കിടന്നിട്ടൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ഈ ഡോക്ടർമാരത് അറിയിക്കണത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. എപ്പം മരിച്ചു എന്നും കൂടി നമുക്കറിയാൻ പറ്റില്ല. ഒരുപാട് അവശനിലരായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഐസിയുന്ന് നേരെ വെന്റിലേഷനിലേക്ക് മാറ്റും. അപ്പോൾ പൈസയുള്ള മക്കൾ പറയും അവിടെ ഇരുന്നോട്ടെ, എൻ്റെ അമ്മ ശ്വാസം വലിക്കുന്നവരെ വലിച്ചോട്ടെ പോലെ. ശരിക്കും ചെയ്യേണ്ടത് ആ മരണസമയത്ത് അവരുടെ വായിൽ ഇത്തിരി വെള്ളമൊക്കെ കൊടുത്ത് ചുറ്റും കുടുംബക്കാരൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു യാത്ര അയക്കലുണ്ട്, അവസാന യാത്ര. അത് എല്ലാ ആത്മാക്കളും ആഗ്രഹിക്കും തോന്നുന്നുണ്ട്. കാരണം മനുഷ്യൻ 2 വട്ടമാണ് കണ്ണുകളിലെ കാഴ്ച ഏറ്റവും സുന്ദരമായി കാണുന്നത്. ഒന്ന് ജനിച്ചു വീഴുമ്പോൾ അതിശയത്തിന്റെ നോട്ടം അല്ലേ, എന്താണിത്, എവിടേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്, അതിശയത്തിന്റെ നോട്ടം ഒരു ജനിച്ച കുഞ്ഞ് നോക്കുമ്പോൾ മരിക്കാൻ പോണ വ്യക്തി നോക്കുന്നത് ഈ ഒരു ഭൂമിയെ ഞാൻ വിട്ടു പോവുകയാണല്ലോ, എൻ്റെ ഒറ്റവരെയും എൻ്റെ എവിടെയവരൊക്കെ വിട്ട് ഞാൻ യാത്രയാവുകയാണല്ലോ എന്ന മനസ്സിൻ്റെ അവസാന നോട്ടം ഉണ്ടല്ലോ. ഈ 2 നോട്ടങ്ങളും ജീവിതത്തിൽ മനുഷ്യന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. 2 നോട്ടത്തിലൊരു നിഷ്കളങ്കതയുണ്ട്. രണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത 2 അവസ്ഥകളാണ്. ഒന്ന് ചെറിയ പിഞ്ച് കുഞ്ഞിൻ്റെ നോട്ടം, അതിലുള്ള വല്ലാത്തൊരു നിഷ്കളങ്ക ആ നോട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ മരണസമയത്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ നിങ്ങളൊക്കെ വിട്ടുപോവുകയാണ്, ഇനി ഒരു മനുഷ്യജന്മം ഉണ്ടോയെന്നറിയില്ല, ഇനി നിങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല എന്ന് പറഞ്ഞ സങ്കടവും എല്ലാം നിറഞ്ഞൊരു സംതൃപ്തിയോടെയുള്ള യാത്ര അയക്കലാണ്. നിങ്ങളെല്ലാം ചുറ്റി നിന്ന് അയക്കുമ്പോൾ അല്ലേ. ഒരിക്കലും ഇത്ര ഒരു അവശനിലയിലുള്ള ഒരാളിനെ ഒരു കാരണവശാലും ഇനി മരിക്കുന്ന 100% ഉറപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചില ഡോക്ടർമാരെന്നെ പറയാറുണ്ട്, നിങ്ങൾ കൊണ്ടുപോയിക്കോളുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ദയവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവസാനം അവൻ്റെ ആഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും ചിത്രങ്ങൾ അവൻ്റെ കണ്ണിൽ പതിഞ്ഞ് നിങ്ങളുടെ എല്ലാവരുടെ മുഖങ്ങളൊന്ന് കാണാൻ അവർക്ക് സാധിച്ചാൽ അവർ പോണ യാത്രയ്ക്ക് ഒരു സത്യം പറഞ്ഞാൽ ഒരു ആത്മാവിനോട് സംതൃപ്തി ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു തോന്നൽ. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ ഇങ്ങനെ തന്നെയാണ് മക്കൾ ചെയ്യേണ്ടത്. നമുക്ക് അവർ ആ യാത്രയാവുന്ന സമയമോ അതുവരെ അവർ സന്തോഷത്തോടെ എല്ലാവരും അവരുടെ അടുത്ത് മക്കളൊക്കെ അടുത്ത് പേരക്കുട്ടികൾ എല്ലാവരും മരുമക്കളെ എല്ലാം കണ്ട് അവർ സന്തോഷം. മരിക്കുമ്പോഴും അവർക്ക് എത്ര വയസ്സായിട്ടുണ്ടായിരുന്നു? അവർക്ക് മരിക്കുമ്പോൾ 26 പക്ഷേ അതൊരു മരിക്കേണ്ട പ്രായമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, നല്ല ആരോഗ്യവത്തിയായിരുന്നു. ആ ഒരു വീഴ്ചയിൽ സംഭവിച്ചാണെങ്കിലും ഒരിക്കലും അത്ര പെട്ടെന്ന് പോകണ്ടായിരുന്നില്ല. പിന്നെ ആ വീണതിന് ശേഷം അവർക്ക് ചെറിയൊരു മനോവിഷമം. അവരുടെ ജീവിതത്തില് ആദ്യഘട്ടങ്ങളിലൊക്കെ അവര് പണ്ട് കുട്ടികളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഭർത്താവിന് റെയിൽവേയിൽ ജോലിയായിരുന്നു. അപ്പത്തിരി ബുദ്ധിമുട്ട്, കുറെ മക്കളല്ലേ, 8 മക്കളൊക്കെ അല്ലേ. അപ്പൊ അന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവര് ഭയങ്കര സന്തോഷവതിയായിട്ട് ഇരുന്നു. അപ്പൊ മരണ സമയത്തും അവർ അതേപോലെ ആയിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത് അതാണ്, ഒരുപാട് നമ്മള് പോയി കണ്ട് ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞിട്ടല്ലേ അവര് മരിച്ചത് അല്ലേ. അപ്പോൾ അതിൽ അവൻ്റെ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാനില്ലേ, വീട്ടിൽ എന്ത് ഫംഗ്ഷൻ നടക്കുന്ന ആരോഗ്യമുള്ള സമയത്ത് 100 പേരോ 120 പേരോ 150 പേരോ വന്ന് അവർ തന്നേക്ക് പാചകം ചെയ്യും. പക്ഷെ പഴയ കാലത്തെ പാചകമാണ്, എല്ലാത്തിനും മുൻകൈ എടുത്തിട്ട് എല്ലാം ചെയ്യും. അങ്ങനെ ഒരു അമ്മയായിരുന്നു. സഹായത്തിന് മാത്രം അവരുടെ സ്വഭാവത്തിലും അതുണ്ടായിരുന്നു. നമുക്ക് വറവിടാം. അപ്പോൾ ഇത് അവസാനമാണ് വറവിടാം. അപ്പോൾ എല്ലാ അച്ഛനും അമ്മമാരും ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും
കാരണം അവരുടെ ജീവിതത്തിൽ അവസാന നിമിഷങ്ങളുടെ സ്വന്തം കുടുംബത്തോടൊപ്പം കഴിയാൻ സാധിക്കണം. ഇപ്പോൾ എല്ലാവരും അങ്ങനെ കൊണ്ടുപോയി ചേർക്കുന്നത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല. എവിടെയെങ്കിലും ഒരു എവിടെ ആ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു എത്രയോ പെർസെന്റിന്റെ ചാൻസ് ഉണ്ടോ അല്ലേ? കാശ് എത്ര ചെലവായാലും കുഴപ്പമില്ലെന്ന് കടം മേടിച്ചിട്ട് ചെയ്യുന്ന മക്കളാണത്. പക്ഷേ തെറ്റാണെന്നല്ല, ഒരു കണക്കിന് തെറ്റന്നെയാണ്. കാരണം എന്താ പറയുക, ഡോക്ടറെ ചിലപ്പോൾ പറയും ഇനി കടത്തിയിട്ട് കാര്യമില്ല, വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൊണ്ടുപോകണം. കൊണ്ടുപോയാൽ മരിക്കുമ്പോൾ അവരെ കണ്ടു മരിച്ചു നമ്മൾ കണ്ടു എന്ന് നമുക്കൊരു സംതൃപ്തി. അതുപോലെ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഒപ്പമായിരുന്ന ഒരു അവസാന ആഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും അതെ. അതുപോലെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഈ ICUലൊക്കെ നമ്മൾ കൊണ്ടുപോയി കിടത്തുമ്പോൾ അവരുടെ മനസ്സിൽ അത് ഉണ്ടാവും. അപ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ സംസാരിക്കാൻ അതേപോലെ വെന്റിലേഷനിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതൊന്നും ആരും അറിയില്ല. അതിനേക്കാളും നല്ലതല്ലേ തീർച്ചയായിട്ടും. നമുക്ക് അവിടുന്ന് കിട്ടുന്ന ചിലപ്പോൾ ഒരു എന്താ പറയുക, മരിച്ച ആളിനെ പുറത്തു കൊണ്ടുവരൽ മാത്രമായിരിക്കും. പക്ഷെ ആ നിമിഷത്തെ നമുക്ക് അവസാനമായിട്ടൊന്ന് കാണാൻ സാധിക്കുക അല്ലേ? അതിനുവേണ്ടി എത്ര അച്ഛനമ്മമാരുണ്ടെങ്കിൽ ആവശ്യം നേടാന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണെങ്കിൽ ദയവ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ അല്ലേ. എനിക്ക് ഈ അമ്മമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും അമ്മ ഇതാണ് പറയാൻ പോണതെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. അവര് കണ്ടില്ല, അത് ആദ്യമേ അവർ കണക്കൂട്ടി മക്കളോടൊക്കെ അത് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം മക്കളെന്ന്. അതുകൊണ്ട് അവർക്ക് ആ അവസാന നിമിഷത്തിൽ അവരുടെ മനസ്സിലൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. അപ്പൊ ശരിയാ ഇതായി. ഈ ഒരു കഥ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിലൂടെ ഒരു ഫീലിംഗ് വന്നു. കാരണം എന്താ പറയുക, ഒരുപാട് ഇഷ്ടമായിരുന്നു നമുക്ക് അവരെ അല്ലമ്മ. എനിക്കും ഇഷ്ടമായിരുന്നു. നമ്മൾ പറഞ്ഞു വരുമ്പോൾ വേറെന്തോ പറഞ്ഞു, ലാസ്റ്റ് ഇത് പറഞ്ഞില്ലേ, അപ്പോൾ എന്തോ മാതിരി ഇന്നലെയോ മിഞ്ഞാന്നോ നടന്നൊരു സംഭവം വരും. നമ്മുടെ മനസ്സിന് മായാതെ നിൽക്കുന്ന ഒരു കഥയാണ്, ഒരു ചിത്രമാണത്. അപ്പോൾ ഒരുമിച്ച് എല്ലാവരും സ്നേഹിച്ച് മക്കളും പേരക്കുട്ടികളുടെ ഒപ്പം ഒരു ജീവിതം ആസ്വദിച്ച് അവസാനം എൻ്റെ മരണം ഇങ്ങനെ ആയിരിക്കണം നിശ്ചയിച്ച ഒരമ്മയുടെ കഥയാണ് അല്ലമ്മ. അതുപോലെ ആ മക്കൾ അനുസരിച്ച് അതേപോലെ ചെയ്യുകയും ചെയ്തു. അതെ, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് മരണത്തിനും ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അവർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇടയ്ക്കൊക്കെ പോയി കാണുമ്പോഴൊക്കെ അവർക്ക് ആ സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവരും അസുഖമായി കിടക്കുമ്പോൾ അവർക്ക് മുഖത്തൊരു ദയനീയ കയ്യിലൊരു ഉമ്മ തരില്ലേ, അവർക്ക് അല്ല, അവരെപ്പോഴും ഒരു ദയനീയ അവസ്ഥയിലാണ് നമ്മൾ കാണാറ്. പക്ഷെ ഇവര് നല്ല പ്രസന്നവതിയായി മരിക്കാൻ തയ്യാറായി പറയും, അതെ ഊണൊക്കെ കഴിച്ചിട്ട് പോണട്ടോ, അതെ ചായ കുടിച്ചോ, വെള്ളം കുടിച്ചോ, കൊടുത്തോ, അയ്യോ എല്ലാം ചോദിക്കും. പിന്നെ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മെല്ലെ ഉമ്മ വരുവാ കയ്യിലേക്ക്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ വയസ്സ് വരെ അവരങ്ങനെയായിരുന്നു. അപ്പൊ കറിയായി, പെട്ടെന്ന് നമ്മുടെ ഈ കഥ പറച്ചിലിന്റെ ഇടയ്ക്ക് കറിയായി. ഒരു കഥയുടെ ഉള്ളിൽ നമ്മുടെ കറിയായില്ലേ? അല്ല എന്നും ഇങ്ങനത്തെ നല്ല കളർഫുൾ ആയിട്ട് ടേസ്റ്റ് ആയിട്ട് നല്ല മണം വരുന്ന മത്തിയുടെ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ള മീനായതുകൊണ്ട് സാധാരണ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഈ കറിയൊക്കെ എങ്ങനെ വെക്കുന്നത്. എന്നാലും ഞാൻ വെച്ചപ്പോ എന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു കേട്ടോ. അപ്പൊ ഈ കഥ ഒരു കഥ മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞൊരു നല്ലൊരു മെസ്സേജ് എൻ്റെ ഉള്ളിൽ. എന്താന്ന് പറഞ്ഞാൽ അവസാന നിമിഷങ്ങൾ അവനവൻ്റെ കാരണന്മാരാവട്ടെ, അവനവൻ്റെ കുടുംബത്തിൽ ആരെ ആവട്ടെ, നമ്മളെ കണ്ട് നമ്മുടെ പരിചരണം കൊണ്ട് അല്ലേ, നമ്മുടെ ഒപ്പം ജീവിച്ചവർ നമ്മുടെ നടുക്കിൽ നിന്ന് തന്നെ യാത്രയാവാന്നുള്ളത് ഒരു മഹത്തായ ഭാഗ്യമാണ്. അതിലൊരു മഹത്തായ സന്ദേശമുണ്ട്, അതിലൊരു മഹത്തായ സ്നേഹമുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം മീൻകറി കൂട്ടി ഉമ്മ മീൻകറി കൂട്ടി ഊണ് കഴിക്കാൻ വരും. അപ്പോൾ ബൈ.